ഹായ് എവരി വൺ, വെൽക്കം ടു എമീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഞാൻ അരമണിക്കൂർ മുന്നേ തന്നെ ചിക്കൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങാനീര് ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അതിനുശേഷം നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റും കിട്ടും, ചിക്കൻ ഉടഞ്ഞു പോകത്തുമില്ല. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതിലോട്ട് 2 കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. 2 സവോള സ്ലൈസ് ചെയ്തത് കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി കൂടി ചോപ്പ് ചെയ്തത് കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ചിക്കൻ കൂടി ആഡ് ചെയ്യാം. നമുക്കിതിലൊരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് അടിക്കുന്ന സമയത്ത് 2-3 കാഷ്നട്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം കറി തിളപ്പിക്കണ്ട. ഒരു 5 മിനിറ്റ് തന്നെ തിളപ്പിച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും കറിയെല്ലാം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടാവും. അവസാനം നമുക്ക് മല്ലിയില കൂടി ആഡ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.